Hello everyone. Welcome to the eye-opener video of Dhanam Smart Savings and Investment Solutions. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബഡ്ജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഫെബ്രുവരി 1 അവതരിപ്പിക്കുകയാണ്. 2025-26 കേന്ദ്ര ബഡ്ജറ്റിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങുമ്പോൾ പല സെക്ടറുകളിലും എസ്പെഷ്യലി ഇൻഡസ്ട്രിയൽ സെക്ടറുകളിൽ ഉയർന്നു വരുന്ന പുത്തൻ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം. ബഡ്ജറ്റിന് മുമ്പുള്ള ഡിസ്കഷനുകളിൽ വിവിധ വ്യവസായ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ ധനമന്ത്രി നിർമ്മല സീതാരാമന് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ഉറ്റുനോക്കുന്ന 2025-26 ബഡ്ജറ്റ് ധനക്കമ്മി GDPയുടെ 4.9% കുറയ്ക്കുമെന്നും മൊത്ത വായ്പ 14 ലക്ഷം കോടി രൂപയായി പരിമിതപ്പെടുത്തുമെന്നുമാണ് പ്രതീക്ഷ. പ്രൊഡക്ഷൻ സെക്ടറുകളെ സ്ട്രോങ് ആക്കുന്ന ഇറക്കുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ധനമന്ത്രി താരിഫ് അംഗീകരിക്കുമെന്ന് കരുതുന്നതിനാൽ ബഡ്ജറ്റ് വലിയ പ്രതീക്ഷ നൽകുന്നു. കൂടാതെ ആദായ നികുതിയും നേരിട്ടുള്ള നികുതിയും കുറയ്ക്കുക വഴി ഇടത്തരക്കാർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ അധികം പണം നിക്ഷേപിക്കുന്നതിന് ഒരു പ്രചോദനമാകുകയും ചെയ്യും. എങ്കിലും കൂടുതൽ വരുമാനം നേടേണ്ടതും ധനക്കമ്മി വെട്ടിക്കുറയ്ക്കേണ്ടതും കണക്കിലെടുത്ത് അതിനുള്ള പ്രോബബിലിറ്റി കുറവാണെന്നും മറ്റു ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ബഡ്ജറ്റ് പോസിറ്റീവായി മാറുകയും വ്യവസായത്തിന്റെ ചില ആശങ്കകളെ നീക്കുകയും ചെയ്താൽ സ്റ്റോക്ക് മാർക്കറ്റ് 14% വരെ ഉയർച്ച നേടിയേക്കാം. ഈ സാഹചര്യത്തിൽ 26,100 വരെ നിഫ്റ്റി 50 എത്താനുള്ള സാഹചര്യം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. എന്തായാലും NSE ഇൻഡെക്സിന്റെ ഒരു റെക്കോർഡ് ഉയർച്ചയായിരിക്കും ഇത്. 2024-25 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് എസ്റ്റിമേറ്റിന് 45% കൂടി സർക്കാരിന് ഈ സാമ്പത്തിക വർഷം ചെലവഴിക്കാൻ കഴിയും. കാരണം 2024-25 വർഷത്തെ 45%-ഓളം എസ്റ്റിമേറ്റഡ് എമൗണ്ട് സ്പെൻഡ് ചെയ്യാതെ ബാക്കിയുണ്ട്. 2025 വരാനിരിക്കുന്ന ബഡ്ജറ്റിനായി രാജ്യം ഒരുങ്ങുമ്പോൾ വിവിധ സെക്ടറുകളിൽ പ്രതീക്ഷകൾ ഉയരുന്നതും നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിൽ പ്രതീക്ഷകൾ കൈവരിക്കാൻ പോകുന്ന ചില ഹൈലൈറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആദായ നികുതി ഇളവ്. പ്രതിവർഷം 15 ലക്ഷം രൂപ വരെ വരുമാനമുള്ള വ്യക്തികൾക്ക് ആദായ നികുതിയിൽ കുറവുണ്ടാകുമെന്നാണ് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രഖ്യാപനങ്ങളിൽ ഒന്ന്. ഇത് ഇടത്തരം നികുതിദായകർക്കും ആശ്വാസം നൽകുകയും ഡിസ്പോസിബിൾ വരുമാനം ഉപഭോക്തൃ ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. വ്യവസായ സ്ഥാപനങ്ങളും ഇതിനുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് താനും. കൺസപ്ഷൻ വർദ്ധിക്കുന്നതിന്റെ വീക്ഷണകോണിൽ 20 ലക്ഷം രൂപ വരെയുള്ള ആദായ നികുതിക്ക് ഇളവ് നൽകണമെന്ന് നിർദ്ദേശവുമുണ്ട്. കൺസപ്ഷൻ വർദ്ധിക്കുകയും ഡിസ്പോസിബിൾ വരുമാനം കൂടുകയും ചെയ്യുന്നത് വരുമാനത്തിന്റെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നു. 2024-25 ജൂലൈയിൽ ലാസ്റ്റ് ബഡ്ജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇൻകം ടാക്സ് നിയമത്തിന്റെ സമഗ്ര അവലോകനം പ്രഖ്യാപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇൻകം ടാക്സ് ചീഫ് കമ്മീഷണർ VK ഗുപ്തയുടെ നേതൃത്വത്തിൽ ഒരു അവലോകന സമിതി രൂപീകരിച്ചത്. അടുത്തതായി ഇന്ധനത്തിന്റെ എക്സൈസ് തീരുവ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയയാണ് ഇന്ധനത്തിന്റെ എക്സൈസ് തീരുവ. ഇൻകം ടാക്സിന് പുറമെ ഇന്ധനത്തിന്റെ എക്സൈസ് തീരുവ വെട്ടിക്കുറയ്ക്കാനും എംപ്ലോയ്മെന്റ് ഡെൻസിറ്റി ഉള്ള മേഖലകൾക്ക് കരുത്തു നൽകാൻ നടപടികൾ കൈക്കൊള്ളാനും ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ ഈ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തുമോ അതോ മറ്റ് ചെലവുകൾ നിയന്ത്രിച്ച് സമ്പദ് വ്യവസ്ഥ റിവൈവ് ചെയ്യാനുള്ള വഴികൾ തേടുമോ എന്നതും ഈ ഒരു ബഡ്ജറ്റിന്റെ പ്രത്യേകതയാണ്. മൂന്നാമതായി ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ബൂസ്റ്റ് ചെയ്യുക. EVകൾ. ഇലക്ട്രിക് വാഹന ഇൻഡസ്ട്രി അതിന്റെ വളർച്ച മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ പ്രതീക്ഷിക്കുന്നു. EV ചാർജിംഗ് സ്റ്റേഷനുകൾക്കുള്ള ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി നൽകുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നത്. മറ്റ് എക്സ്പെൻഡിച്ചറുകളിലേക്ക് നോക്കാം. സർക്കാർ മൂലധന ചെലവ്. GDP വളർച്ച മന്ദഗതിയിലായ സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് പ്രയോറിറ്റി നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 2024 പൊതു തെരഞ്ഞെടുപ്പിനെ തുടർന്ന് കഴിഞ്ഞ വർഷം കേന്ദ്രത്തിന്റെ വാല്യൂ കുറഞ്ഞിരുന്നു. അടുത്തതായി ഇൻഫ്രാസ്ട്രക്ചർ ചെലവ്. ഇൻഫ്രാസ്ട്രക്ചർ ചെലവുകളും ഒരു ഫോക്കസ് ഏരിയ ആയിരിക്കണം. നിലവിലുള്ള സംരംഭങ്ങൾക്ക് ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം റോഡ്, റെയിൽവേ, നഗരവികസനം എന്നിവയിലും സർക്കാർ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കും. സ്റ്റാർട്ടപ്പുകൾക്കും ചെറുകിട ഇടത്തരം സംരംഭകർക്കുമുള്ള നികുതി ആനുകൂല്യങ്ങൾ, നവീകരണം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള സംരംഭങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകൾക്ക് പോളിസി ബൂസ്റ്റ് ലഭിച്ചേക്കും. അടുത്തതായി ആരോഗ്യ സംരക്ഷണവും വിദ്യാഭ്യാസവും. പഠനങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഹെൽത്ത് പ്രൊട്ടക്ഷനും എഡ്യൂക്കേഷനുമുള്ള ഷെയർ ഉയരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ, ഡിജിറ്റൽ എഡ്യൂക്കേഷൻ, ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് തുടങ്ങിയവയിൽ കൂടുതൽ ചെലവ് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റു പ്രതീക്ഷകളിലേക്ക് നോക്കാം. റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. $3000 ബില്യൺ മൂല്യമുള്ള റിയൽ എസ്റ്റേറ്റ് മേഖല സപ്പോർട്ടിനായിട്ട് ബഡ്ജറ്റിനെ ഉറ്റുനോക്കുന്നു. വിലക്കയറ്റം, ഉയർന്ന വായ്പാ ചെലവുകൾ, വിതരണ പരിമിതികൾ എന്നിവ കാരണം 2024 ഈ മേഖലയിലെ ഭവന വിൽപ്പനയിൽ ഏതാണ്ട് 4% ഇടിവ് നേരിട്ടു. 2025 ബഡ്ജറ്റ് സാമ്പത്തിക വളർത്തേജിപ്പിക്കുന്നതിനുള്ള നടപടി പ്രഖ്യാപിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പണപ്പെരുപ്പം തടയുന്നതിനും ധനക്കമ്മി നിയന്ത്രിക്കുന്നതിനും
കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ടുള്ള നടപടികൾ അജണ്ടയിൽ ഉണ്ടായേക്കാം. അവസാനമായി കൺക്ലൂഷൻ. ഇന്റേണൽ ഡിഫൻസ്, ഗ്ലോബൽ അൺസർട്ടനിറ്റി, കോൺസ്റ്റിറ്റ്യൂഷണൽ ചാലഞ്ചസ് എന്നിവയുടെ പശ്ചാത്തലത്തിൽ 2025-26 കേന്ദ്ര ബഡ്ജറ്റ് വളരെ നിർണായകമാണ്. ഡിസ്പോസിബിൾ ഇൻകം ഉയർത്തുന്നതിനും എംപ്ലോയ്മെന്റ് ഡെൻസിറ്റി സെക്ടറുകൾക്ക് സപ്പോർട്ട് നൽകുന്നതിനും ബഡ്ജറ്റ് നിർദ്ദേശങ്ങളിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾക്കായി ഇൻഡസ്ട്രിയൽ ലീഡേഴ്സ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇന്റർനാഷണൽ വെല്ലുവിളികൾക്ക് മധ്യേ ഡിഫൻസ് സെക്ടറുകളും മറ്റും പല പ്രധാന മേഖലകളും ശക്തിപ്പെടുത്താൻ മുൻഗണന നൽകുന്നത് ലോങ് ടേം ഗ്രോത്തിന് സഹായകരമാണ്. സാമ്പത്തിക ഉയർച്ച കൂട്ടുന്നതിനും അതിനോടൊപ്പം ഹിസ്റ്റോറിക്കൽ പ്രോബ്ലംസ് പരിഹരിക്കുന്നതിനും ബഡ്ജറ്റിന് വലിയ സാധ്യതകളുണ്ട്. ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ് ഈ ബഡ്ജറ്റിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പഠനവിധേയമാക്കിയപ്പോൾ 5ഓളം സെക്ടറുകൾ ബഡ്ജറ്റിന് ശേഷം വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ 5 സെക്ടറുകളിൽ നിന്നുള്ള പ്രധാന സ്റ്റോക്കുകളും അവയുടെ സാധ്യതകളും തുടർന്നുള്ള വീഡിയോകളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കണ്ടതിൽ സന്തോഷം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചെറിയ ചെറിയ കമന്റുകൾ എഴുതി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.